നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് കത്തിച്ച മണ്ണാർക്കാട് പോലീസിന് പിഴയിട്ട് നഗരസഭ. 5000 രൂപയാണ് പിഴയിട്ടത്. റെയിൽവേയുടെ സുരക്ഷാ വേലി വരുന്നതോടെ വഴി മുടങ്ങുമെന്ന ഭീതിയിൽ വാണിയംകുളം ചോറൂട്ടൂരിലെ കുടുംബങ്ങൾ. പ്രതിഷേധവുമായി നാട്ടുകാർ. ചളവറ മുണ്ടക്കോട്ടുകുറിശി റോഡുമായി ബന്ധപ്പെട്ട് BJP സമരം പ്രഹസനമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. ടെൻഡർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെയുള്ള സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും പ്രസിഡന്റ്. ലക്കിടി കൂട്ടുപാതയിലെ ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. കൂട്ടുപാതയിലെ അമാന ഫാസ്റ്റ് ഫുഡിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. അലനല്ലൂർ വില്ലേജ് ഓഫീസിൽ 5 വർഷം മുമ്പ് മുറിച്ചിട്ട മരത്തടികൾ പകുതിയിലധികവും മണ്ണിനടിയിൽ. ലേലത്തിലെടുക്കാൻ ആളില്ലാത്തതാണ് മരങ്ങൾ നശിക്കാൻ കാരണം. ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന ചെറുപ്പശ്ശേരി പെരിന്തൽമണ്ണ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ പുനരാരംഭിച്ചു. പൈപ്പിടൽ പ്രവൃത്തികൾ മൂലമാണ് ടാറിംഗ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് കത്തിച്ച മണ്ണാർക്കാട് പോലീസിന് നഗരസഭയുടെ പിഴ. 5000 രൂപയാണ് പിഴ ചുമത്തിയത്. 15 ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്ന് കാണിച്ച് സെക്രട്ടറി മണ്ണാർക്കാട് SHOക്ക് നോട്ടീസ് നൽകി. തിങ്കളാഴ്ചയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നുണ്ടെന്ന് നഗരസഭയ്ക്ക് പരാതി ലഭിച്ചത്. നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ച് പരാതി ശരിയാണെന്ന് ഉറപ്പുവരുത്തി. നേരത്തെയും പോലീസിനെതിരെ സമാന പരാതിയുണ്ട്. സ്ഥാപനങ്ങളിലെ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ക്ലാസ് എടുത്തിരുന്നു. ഇവിടങ്ങളിൽ നിന്നെല്ലാം മാലിന്യം ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്. എന്നിട്ടും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിക്കുന്ന സാഹചര്യത്തിലാണ് പിഴ ചുമത്തിയതെന്ന് നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ്റെ പിറകുവശത്ത് മാലിന്യം കൂട്ടി ഇട്ട് കത്തിക്കുന്നതായിട്ട് പരാതി ലഭിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് ഇവിടുന്ന് ഹെൽത്ത് വിഭാഗത്തിനെ പറഞ്ഞയക്കുകയും പോയി നോക്കുമ്പോൾ അവിടെ മാലിന്യം കത്തിക്കുന്നതായിട്ട് കണ്ടതാണ്. നിരന്തരം ഈ പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെയും ഇതുപോലെ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ ഈ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഓഫീസുകളിലും അവയർനെസ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. മാലിന്യം പ്രത്യേകം വേർതിരിച്ച് തന്നെ കൈമാറണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കെല്ലാം ഹരിത സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. നിലവിൽ 2-3 ഓഫീസേ കൊടുക്കാനുള്ളൂ. അപ്പം ഇങ്ങനെ ആവർത്തിക്കുന്ന രീതിയിലുള്ള ഈ മാലിന്യം കത്തിക്കലും അത് എന്താ പറയുക ശക്തമായി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് സ്റ്റേഷന് HSൻ്റെ റിപ്പോർട്ട് പ്രകാരം 5000 രൂപ സ്പോട്ട് ഫൈൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ഓഫീസുകളും ഇനി ശ്രദ്ധിക്കേണ്ടതാണ്. ഓഫീസുകൾ മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളും വലിയ വലിയ വീടുകളായാലും മാലിന്യം വേർതിരിച്ച് തന്നെ കൊടുക്കണം. നഗരസഭയിലെ ഏത് സ്ഥാപനത്തിലും നിയമവിരുദ്ധമായി മാലിന്യം കത്തിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. സമാന കേസിൽ നേരത്തെ സിവിൽ സ്റ്റേഷനിലും പിഴ ചുമത്തിയിരുന്നു. റെയിൽവേയുടെ സുരക്ഷാ വേലി വരുന്നതോടെ വഴി കൊട്ടിയടയ്ക്കപ്പെടുമെന്ന ആശങ്കയിൽ ചോറൂട്ടൂർ നിവാസികൾ. വെള്ളിയാട് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങൾ ഇതുമൂലം വലിയ ആശങ്കയിലാണ്. കാലങ്ങളായി റെയിൽപാതയ്ക്ക് മറുവശത്ത് താമസിക്കുന്ന കുടുംബങ്ങളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കുമുള്ള വഴിയാണ് സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ റെയിൽവേ അടയ്ക്കാനൊരുങ്ങുന്നത്. ആക്ഷൻ കൗൺസിലും മാസ് പെറ്റീഷനുകളുമായി വഴി അടച്ചുകെട്ടരുതെന്ന ആവശ്യവുമായി മുന്നോട്ട് നീങ്ങുകയാണ് പ്രദേശവാസികൾ. കാലങ്ങളായി വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും പോയിരുന്ന വഴികൾ റെയിൽവേയുടെ സുരക്ഷാ വേലികൾ വരുന്നതോടെ ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് ചോറോട്ടൂർ, വെള്ളിയാട് പ്രദേശങ്ങളിലെ 100ഓളം കുടുംബങ്ങളും കർഷകരും. വെള്ളിയാട് പ്രദേശത്തെ 15ഓളം കുടുംബങ്ങളാണ് വഴികെട്ടി അടയ്ക്കുമെന്ന ഭീതിയിൽ നിൽക്കുന്നത്. ഇത്രയും വീടുകളിലേക്കും 100 ഏക്കറോളം കൃഷിസ്ഥലങ്ങളിലേക്കുമുള്ള വഴിയാണ് റെയിൽവേയുടെ സുരക്ഷാ വേലി വരുന്നതോടെ അടച്ചുകെട്ടപ്പെടുന്നത്. കൃഷിയിടങ്ങളിലേക്ക് വാഹനങ്ങൾ പോയിരുന്ന ഏക അടിപ്പാതയും ഉപയോഗിക്കാൻ കഴിയാതാകും. കൂടാതെ 3 വാർഡുകളിലെ 2000 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളിയാട് ശുദ്ധജല പദ്ധതിയുടെ മോട്ടോർ തകരാറിലായ റിപ്പയർ ചെയ്യുന്നതിനായി മറുവശത്തേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സ്ഥിതി വരും. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും അതിനാൽ റെയിൽവേ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പറഞ്ഞ ആ വേലി വരുന്ന സന്ദർഭത്തിൽ ഈ വാണിയംകുളം പഞ്ചായത്തിലെ 11, 13 വാർഡുകളിൽ ഈ വെള്ളിയാട് പ്രദേശത്തുള്ളവർക്ക് സഞ്ചാരയോഗ്യ അടക്കം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിന് നമ്മൾ അങ്ങോട്ട് പാതയുടെ തെക്കേപ്പുറത്തേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താണ് റെയിൽവേക്ക് പരിഗണിക്കാൻ കഴിയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ട് അതിനൊരു ശ്രമം ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കഴിഞ്ഞിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുടിവെള്ളം,
അതിൻ്റെ വാട്ടർ ടാങ്ക്, അതിൻ്റെ പദ്ധതികളൊക്കെ പുഴയിലാണ് ഇരിക്കുന്നത്. പിന്നെ അത് പുറമെ നമ്മൾ പുഴ ധാരാളം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തെക്ക് ഭാഗത്താണെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ ഏകദേശം 15ഓളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ റെയിലിൻ്റെ മുകളിൽ കൂടിയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തും കൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നതിനെ ഏത് വിധത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് റെയിൽവേ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നെൽകൃഷിക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് ഏതാണ്ട് 100 ഏക്കറോളം നെൽകൃഷി മാത്രമുണ്ട് ഇവിടെ. അവിടേക്ക് എല്ലാ കൃഷി ചെയ്യണമെങ്കിൽ ട്രാക്ടർ കൊണ്ടുപോകണം, കൊയ്ത്ത് യന്ത്രം കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഒരുപാട്, പിന്നെ മറ്റ് രാസവളങ്ങളോ അങ്ങനെയുള്ള ജൈവവളങ്ങളോ കൊണ്ടുപോകണം വെച്ചാൽ വാഹന സൗകര്യം ഇല്ലെങ്കിൽ തീരെ സാധിക്കില്ല. അപ്പോൾ ഈ സുരക്ഷാവേലി വരുന്നതോട് കൂടിയിട്ട് ആ ഒരു സൗകര്യം കൂടി നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. അതിനൊരു പരിഹാരം എന്തായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രക്ഷോഭ സമരങ്ങൾ ആവശ്യമാണെന്ന് വെച്ചാൽ അതും ഞങ്ങൾ ഈ നാട്ടുകാരെ ഒന്നിച്ചുകൂടി നടത്തും. ഇവിടെ ദിവസം പുഴ ഉപയോഗിക്കുന്നു. നെൽകൃഷി ആയാലും മറ്റ് കൃഷികളായാലും ഒക്കെ തന്നെ തടസ്സം വരാത്ത രൂപത്തിൽ അതിനെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി തരണം. ചോറോട്ടൂർ തെക്കുമുറി ഭാഗത്തെ 75ഓളം കുടുംബങ്ങളിലേക്കും ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലേക്കുമുള്ള വഴികൾ സുരക്ഷാവേലി വരുന്നതോടെ അടയ്ക്കപ്പെടുമോ എന്ന ഭീതിയിലാണ്. വാഹനങ്ങൾ മറുപുറത്തെത്തിയിരുന്ന അടിപ്പാതയും അടയ്ക്കപ്പെടുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു വഴി കൂടെയാണ് നമുക്ക് കൊയ്ത്തുവണ്ടി, അതേപോലെ ട്രാക്ടർ, പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള നടീൽ യന്ത്രങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു റോഡ് കൂടെ വരുന്നത്. വലിയൊരു കൊയ്ത്തുവണ്ടി വരുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു പാലം ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രാക്ടറും കാര്യങ്ങളൊക്കെ ചെറിയ ഒരു കമാനം കൂടിയുണ്ട്, അതിലും കൂടിയുണ്ട്. അപ്പോൾ ഈ മൂന്നും ഉപയോഗപ്പെടുത്തുന്നതാണ്. അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഇതാണ്. ഇതിൽ കൂടെയാണ് നമ്മൾ ഒരു 75 കുടുംബങ്ങൾക്കുള്ള എല്ലാവിധ വാഹനങ്ങളും, ആശുപത്രി കേസിന് എല്ലാ വാഹനങ്ങളും, പിന്നെ കൃഷിയിടങ്ങൾക്കുള്ള ട്രാക്ടർ മുതലായുള്ള കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതെങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള ഒരു രൂപം അറിയില്ല. ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വണ്ടി, വാഹനം, കാര്യങ്ങളും വരില്ല. പ്രദേശത്തേക്കുള്ള വഴികളെ കടന്നു പോവുകയാണെങ്കിൽ ഈ പ്രദേശത്ത് കൃഷി ചെയ്യാനും, അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഒരു ശ്മശാനമുണ്ട്, ഒരു ദേവാലയമുണ്ട്, മറ്റൊരുപാട് സൗകര്യങ്ങളൊക്കെ ഈ പ്രദേശത്താണുള്ളത്. 2 പഞ്ചായത്തിൻ്റെ ചെറുകിട കുടിവെള്ള പദ്ധതികളുണ്ട്. അതൊക്കെ മെയിൻ്റെനൻസിന് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ, കൃഷിക്ക് ട്രാക്ടർ, കൊയ്ത്ത് യന്ത്രം, മറ്റ് വാഹനങ്ങളൊക്കെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ള വലിയൊരു ആശങ്ക നിലനിൽക്കുകയാണ്. അതിന് പരിഹാരമായി ഈ മാസം 7-ാം തീയതി നമ്മൾ ചോറോട്ടൂർ നിവാസികൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് DRM-നും അതുപോലെ തന്നെ പഞ്ചായത്തിനും MLA-ക്കും MP-ക്കും ഒക്കെ അതിൻ്റെ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക മാറ്റുന്നതിന് വേണ്ടി പത്രമാധ്യമങ്ങളൊക്കെ അവരുടെ പങ്ക് നിർവഹിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വഴി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റെയിൽവേ DRM-ന് നിവേദനം നൽകിയിട്ടുണ്ട്. കൂടാതെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മാസ് പെറ്റീഷനും നൽകാനൊരുങ്ങുകയാണ്. ചളവറ മുണ്ടക്കോട്ടുകുറിശി റോഡുമായി ബന്ധപ്പെട്ട് BJP നടത്തിയ പ്രതിഷേധ സമരം രാഷ്ട്രീയ പ്രഹസനമെന്ന് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ഇതറിയുന്നവർ തന്നെയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ചളവറ മുണ്ടക്കോട്ടുകുറിശി റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ചളവറ മുണ്ടക്കോട്ടുകുറിശി റോഡിൽ ബോംബെ ഭവൻ ഭാഗത്ത് തകർന്ന് തരിപ്പണമായ റോഡിനോട് പഞ്ചായത്ത് അവഗണന കാണിക്കുന്നു എന്നാരോപിച്ചായിരുന്നു സമരം. എന്നാൽ ഈ റോഡിന്റെ പുനരുദ്ധാരണത്തിനായി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയും പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6,10,000 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ അതിവേഗം പുരോഗമിച്ചു വരികയാണെന്നും ഇതറിയുന്നവർ തന്നെയാണ് സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു പറഞ്ഞു. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ചളവറ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നതെന്നും ഇതിൽ അസഹിഷ്ണുത പൂണ്ട ചിലർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തുന്ന സമരാഭാസമാണ് ഇതെന്നും E. ചന്ദ്രബാബു പറഞ്ഞു. റോഡ് ഗതാഗത യോഗ്യമാക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ആ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി 46,10,000 രൂപ
ഇതിനകം തന്നെ വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ 40 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. 6,10,000 രൂപ ഗ്രാമപഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻറ്റാണ്. ഇങ്ങനെ മൊത്തം 46,10,000 രൂപ ആ റോഡിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി, കോൺക്രീറ്റ് റീടാറിങ് ഇതിനു വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തിയാൽ നിരവധി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു മാത്രമേ പ്രവൃത്തി തുടങ്ങാനാവൂ. ഭരണാനുമതി ലഭിക്കണം, സാങ്കേതിക അനുമതി ലഭ്യമാക്കണം, അതിനുശേഷം ടെൻഡർ നടപടികളിലേക്ക് പ്രവേശിക്കണം. ടെൻഡർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് വെച്ച് വേണം പണി ആരംഭിക്കാൻ. ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തീർത്തും ഗതാഗത യോഗ്യമല്ലാതായ ഒരു ബോംബെ ഭവന് സമീപം ഒരു ഇറക്കമുണ്ട്. അവിടെ ഈ മഴ മാറുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ടെൻഡർ പൂർത്തിയായി കഴിഞ്ഞാൽ ഉന്നത നിലവാരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കും. മഴ മാറുന്ന മുറയ്ക്ക് മിക്കവാറും ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ കിട്ടുന്ന മഴയുടെ ഒരു ഇടവേളയിൽ അതിൻ്റെ റീടാറിങ് പ്രവൃത്തികൾ കൂടി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സമരം നടത്തിയ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമല്ല. ഉറങ്ങുന്നവനെ ഉണർത്താം, പക്ഷേ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി നടത്തിയ ഒരു സമരമായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ നമ്മൾ കണ്ടത്. ചളവറ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ പരിശോധിച്ചാൽ അറിയാം, മുമ്പൊരു കാലത്തുമില്ലാത്ത വിധത്തിൽ ഉന്നതമായ ഗുണനിലവാരത്തിൽ ആ റോഡുകളുടെ എല്ലാം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗ്രാമീണ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ കണ്ണഞ്ചിപ്പിക്കുന്ന റോഡ് വികസനം, അതിൽ അസഹിഷ്ണുത പൂണ്ടവരാണ് ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം സമരാഭാസങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന അമാന ഫാസ്റ്റ് ഫുഡിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തുകയും നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഹോട്ടലിനെതിരെ 10,000 രൂപ പിഴ ചുമത്തുകയും നിയമലംഘന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ അടച്ചിടാനും നിർദ്ദേശം നൽകി. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ലക്കിടി കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന അമാന ഫാസ്റ്റ് ഫുഡിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പരിശോധനയിൽ പിടികൂടി. കൂടാതെ ഭക്ഷണം പാകം ചെയ്യുവാൻ പ്ലാസ്റ്റിക് കത്തിക്കുന്നതും സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്നും ദ്രവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇല്ലെന്നും കണ്ടെത്തി. പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയതിനും നിയമലംഘനങ്ങൾക്കുമായി 10,000 രൂപ പിഴ ചുമത്തി. നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതുവരെ ഹോട്ടൽ അടച്ചിടാനും നിർദ്ദേശം നൽകി. അപാകതകൾ മുൻപും കണ്ടെത്തി പരിഹരിക്കുവാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് വീണ്ടും ഹോട്ടൽ നടത്തി വരികയായിരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ അഖിലേഷ്, ജയച്ചൈമാരായ സനിത, സുധീഷ്, ശാന്തികൃഷ്ണ, നൈസൽ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സജിത്ത്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കൃഷ്ണപ്രസാദ്, TP സൈനബ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഉണ്ണിയാലിൽ പ്രവർത്തിക്കുന്ന അലനല്ലൂർ 2 വില്ലേജ് ഓഫീസ് വളപ്പിൽ നിന്നും മുറിച്ചിട്ട മരം ലേലത്തിലെടുക്കാൻ ആളില്ലാതെ നശിക്കുന്നു. ഭീമമായ ലേലത്തുക നിശ്ചയിച്ചതാണ് ആളുകൾ മരമെടുക്കാൻ മടിച്ചതെന്നാണ് ആരോപണം. 12 അടി നീളത്തിൽ മുറിച്ച മരം ഇപ്പോൾ പകുതിയോളം മണ്ണിനടിയിലാണ്. വില്ലേജ് ഓഫീസിനും സമീപവാസികൾക്കും അപകട ഭീഷണിയായതോടെ ഏകദേശം 5 വർഷം മുന്നെയാണ് തേക്ക് മുറിച്ചത്. 12 അടി നീളത്തിൽ മുറിച്ച മരം മുൻപ് ലേലത്തിന് വെച്ചുവെങ്കിലും ഭീമമായ തുകയായതിനാൽ എടുക്കാൻ ആളില്ലാതെ മടങ്ങി. പിന്നീട് വില്ലേജിന് പുതിയ കെട്ടിട നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയതോടെയാണ് മരം മണ്ണിനടിയിലായത്. ഇരുഭാഗത്തും തടിയുടെ തലപ്പ് ഭാഗം കാണുമെങ്കിലും മറ്റു ഭാഗങ്ങളെല്ലാം കൂട്ടിയിട്ട മണ്ണിന്റെ അടിയിലാണ്. മണ്ണ് മാറ്റി മരം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടുവെങ്കിലും നടന്നിട്ടില്ല. വലിയ തുകയ്ക്കുള്ള തേക്കാണ് അധികൃതരുടെ അനാസ്ഥ കാരണം മണ്ണിനടിയിലായത്. ഏറെക്കാലം പ്രവൃത്തികൾ മുടങ്ങിക്കിടന്ന പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി പാതയിൽ ആനമങ്ങാട് വരെയുള്ള റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ പുനരാരംഭിച്ചു. രാമൻചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ കാരണം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നീളുകയായിരുന്നു.
പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി റോഡിൽ പട്ടാമ്പി റോഡ് ജംഗ്ഷൻ മുതൽ ആനമങ്ങാട് വരെയുള്ള 6 കിലോമീറ്റർ ഭാഗം BMBC സംവിധാനത്തിലാണ് നവീകരിക്കുന്നത്. ഈ പ്രവൃത്തികൾക്ക് 2022-23 സാമ്പത്തിക വർഷത്തിൽ സർക്കാർ ബജറ്റിൽ 6 കോടി രൂപ അനുവദിച്ചിരുന്നു. നേരത്തെ BM പ്രവൃത്തികൾ കഴിഞ്ഞിരുന്നുവെങ്കിലും രാമഞ്ചാടി അരീഗഡ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തികൾ കാരണം റോഡ് നിർമ്മാണത്തിന്റെ പൂർത്തീകരണം വൈകി. ഇപ്പോൾ റോഡിൽ BC പ്രവൃത്തികളാണ് ചെയ്തു വരുന്നത്. ഈ പ്രവൃത്തികൾ ജൂൺ 10-നാണ് ആരംഭിച്ചത്. പട്ടാമ്പി റോഡ് ജംഗ്ഷൻ മുതൽ ആനമങ്ങാട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് റോഡ് നവീകരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് പെരിന്തൽമണ്ണ സെക്ഷന് കീഴിലാണ് ഈ റോഡിന്റെ ഭാഗം വരുന്നത്. മലബാർ പ്ലസ് കമ്പനിയാണ് കരാറുകാർ. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോകുന്നതിനെതിരെ മുമ്പ് വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഉയർന്നിരുന്നു. റോഡിൽ പൈപ്പ് ലൈൻ ഇടുന്നത് നീണ്ടുപോയത് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വൈകിപ്പിച്ചു. കഴിഞ്ഞ വർഷം പ്രതിഷേധത്തെ തുടർന്ന് റോഡിലെ കുഴികൾ അടച്ചിരുന്നു. എന്നാൽ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന നിലയിലായി. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമാവും. പ്രവൃത്തികൾ നടക്കുന്നതിനാൽ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഇടവേള. വാർത്തകൾ തുടരുന്നു. തലയ്ക്കുമീതെ ആൽമരം മുളച്ചതിൻ്റെ ഒരു അഹങ്കാരവുമില്ലാതെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ. ഒരു വർഷത്തിലേറെയായി കെട്ടിടത്തിൻ്റെ 1-ാം നിലയിൽ പൊതുജനങ്ങൾക്ക് കൗതുകമായി ആൽമരം മുളച്ചിട്ട്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ 1-ാം നിലയിലെ പൈപ്പിനോട് പറ്റിച്ചേർന്നാണ് ആൽമരം സ്ഥിതി ചെയ്യുന്നത്. മരം വളർന്ന് കെട്ടിടത്തിന് ഭീഷണിയായി നിൽപ്പ് തുടങ്ങിയിട്ടാവട്ടെ നാളുകളേറെയായി. ചെറുതൈ വളർന്ന് മരമായി രൂപാന്തരം പ്രാപിച്ച് വേരുകൾ ഭിത്തിയിലേക്ക് ആഴ്ന്നിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് കെട്ടിടത്തിന്റെ ശുചിമുറി നിൽക്കുന്നത്. ശുചിമുറിയുടെ മലിനജല പൈപ്പിൽ ഒട്ടിയ നിലയിലാണ് മരം. തൊട്ടുതാഴെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. വേരുകൾ ഭിത്തിയിൽ ആഴ്ന്നിറങ്ങി തുടങ്ങിയതോടെ ഭിത്തി വിണ്ടുകയറാനുള്ള സാധ്യതയും ഏറെയാണ്. ആൽമരം വളർന്നു പന്തലിച്ച് മരമാവുന്നതുവരെ നീക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നതാണ് ഏറെ വൈരുദ്ധ്യം. ഇനിയും ആൽമരം മുറിച്ചു നീക്കിയില്ലെങ്കിൽ താഴെ ക്യാൻറ്റീനു മുകളിലേക്ക് മരവും മാലിന്യ പൈപ്പും ഉൾപ്പെടെ പൊട്ടിവീഴാനുള്ള സാധ്യത ഏറെയാണ്. ആൽമരത്തിന്റെ കൗതുകം സംസാര വിഷയമായതോടെ ആൽമരം ഉടൻ മുറിച്ചു നീക്കുമെന്ന് അധികൃതർ മാധ്യമങ്ങളെ അറിയിച്ചു. ഷൊർണൂർ കുളപ്പുള്ളിയിൽ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ അറവു മാലിന്യം തള്ളി. നഗരസഭ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിൽ മാലിന്യങ്ങൾ കൊണ്ടിട്ട് പ്രതിഷേധിച്ച് BJP. പോലീസ് എത്തിയപ്പോൾ മാലിന്യം നഗരസഭയ്ക്ക് സമീപം കുഴിച്ചിട്ട പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുളപ്പുള്ളി തൃപ്പറ്റ ക്ഷേത്രത്തിന് സമീപത്തുള്ള കൃഷിയിടത്തിൽ അറവു മാലിന്യങ്ങൾ തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത്. ഞായറാഴ്ച രാത്രിയും റോഡരികിൽ അറവു മാലിന്യങ്ങൾ തള്ളിയിരുന്നു. നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു. പിന്നീടാണ് വീണ്ടും മാലിന്യങ്ങൾ തള്ളിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നഗരസഭ അധികൃതർ ഇതിനൊരു ശാശ്വത നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് പ്രവർത്തകർ അറവു മാലിന്യങ്ങളുമായി സെക്രട്ടറിയുടെ മുറിയിലെത്തിയത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭ തൊഴിലാളികളെ വിട്ടതാണെന്നും അപ്പോഴേക്കും മാലിന്യങ്ങളുമായി പ്രവർത്തകർ എത്തിയതാണ് തടസ്സമായതെന്നും സെക്രട്ടറി പറഞ്ഞു. നീക്കം ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയതും സത്യം അതാണ്. കേട്ടു. നിങ്ങൾ വെറുതെ എന്താ നിങ്ങൾ പറയാൻ മാത്രമേ കേട്ടല്ലോ. ഞാൻ അറിഞ്ഞ ഓൺ ദ സ്പോട്ടില് അത് ഇവിടുത്തെ എല്ലാ ഈ 33 കൗൺസിലർമാർക്കും അറിയാം. ഏത് വാർഡിൽ എന്ത് മാലിന്യം വന്നാലും ഓൺ ദ സ്പോട്ടിൽ നടപടി എടുക്കുന്ന ആളാണ് ഞാനെന്നും ഇവിടുത്തെ ആരോഗ്യ വിഭാഗം അങ്ങനെയാണ് ജോലി ചെയ്യുന്നതുകൊണ്ടും അതുകൊണ്ടാണ് ഷൊർണൂർ ഈ നില നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1-2 ആളും ഭരണപക്ഷം പ്രതിപക്ഷം അല്ല ഞാൻ പറയുന്നത്. 33 കൗൺസിലർമാരും ഒരേ മനസ്സോടെ നിന്നിട്ട് തന്നെ ഈ നാട് കീഴെ പോകുന്നതല്ല. എന്റെ മിടുക്കും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. പറയട്ടെ. അപ്പൊ ഇന്നലെ അത് നീക്കം ചെയ്തു. മാത്രമല്ല ഇന്ന് വന്നപ്പോഴും വീണ്ടും ഈ ഇത് ചീഞ്ഞു നടന്ന സാധനം ഇതിന് രോഗാണുക്കൾ പകരും. ഇപ്പൊ നിങ്ങൾ കൊണ്ടിവിടെ വെച്ചിരിക്കുന്നതും ഈ പറഞ്ഞ രോഗാണു പകരുന്ന സാധനം തന്നെയാണ്. പ്രതിഷേധം നല്ലത് തന്നെയാണ്. പക്ഷെ ഈ കാണിച്ചത് ഇത് ആ പരിസരത്തും നീക്കം ചെയ്യാൻ വേണ്ടി ഞാൻ ആളെ വിടുകയും സ്റ്റേഷനിലേക്ക് ഒരേ സമയം പരാതി കൊടുക്കുകയും ചെയ്തു. നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. വിഷയത്തിൽ പോലീസിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും നഗരസഭയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സെക്രട്ടറി അറിയിച്ചു. എന്നാൽ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ മാത്രം അറവു മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നടപടിയെടുക്കണമെന്നും ഇത്തരക്കാരെ പിടികൂടാൻ ക്യാമറ സ്ഥാപിക്കണമെന്നും BJP പറഞ്ഞു. ഷൊർണൂർ നഗരസഭ മാലിന്യമുക്ത നഗരസഭയാണെന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ വലിയ കൊട്ടിഘോഷം, നഗരസഭാ ചെയർമാന്റെ കൊട്ടിഘോഷം, സെക്രട്ടറി വലിയ സന്തോഷവാൻ. ഷൊർണൂർ പല ഭാഗങ്ങളിലും മാലിന്യം നിറഞ്ഞുകൂടിയിരിക്കുക.
അത് അറവ് മാലിന്യമാണ്. പല മേഖലയിലും അറവ് മാലിന്യം. അത് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുടെ പരിസരത്താണ് അറവ് മാലിന്യം കൊണ്ടുപോയത്. അതിൽ വേറെ ചില ഛേദോവികാരങ്ങളുണ്ട് അതിന്റെ പേരിൽ. കൊളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുന്നിലും തൃപ്പറ്റ ക്ഷേത്രത്തിന്റെ മുൻവശത്തുമായിട്ടാണ് ഈ അറവ് മാലിന്യം കൊണ്ടുപോയി നിക്ഷേപിച്ചത്. ഇന്നലെ നിക്ഷേപിച്ച അറവ് മാലിന്യം നമ്മൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന് അവരതിന്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് പോയി. വീണ്ടും ഇന്നും ആ പാടം മുഴുവൻ പല മേഖലയിലായിട്ട് അറവ് മാലിന്യം കൊണ്ടുപോയി തള്ളിയിരിക്കുകയാണ്. ക്ഷേത്രങ്ങളെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക തരം ടീമിന്റെ കളിയാണ് ഇത്. അത് സെക്രട്ടറിയുടെ അടുത്ത് പരാതി കൊടുക്കുമ്പോൾ സെക്രട്ടറിക്ക് അന്വേഷിക്കാം, നോക്കട്ടെ. അത് കിട്ടിയിട്ടില്ല. അതിനൊരു ലാഘവത്തോടു കൂടെയാണ് സെക്രട്ടറി കണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത് ലാഘവത്തോടുകൂടെ കണ്ടാലുള്ള പരിണിതഫലം വളരെ വലുതായിരിക്കുമെന്നോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ അറവ് മാലിന്യമായിട്ട് ഞങ്ങൾ നഗരസഭയിലേക്ക് വന്നത്. ഇന്ന് ഞങ്ങളത് അറവ് മാലിന്യം ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ. അത് നമ്മൾ ഈ പോലീസിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ഇനി ആവർത്തിക്കില്ല, CCTV പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. ഇനി എവിടെയെങ്കിലും പരിസര പ്രദേശത്ത് ഇത്തരം അറവ് മാലിന്യം കൊണ്ടുപോയി തള്ളുകയാണെങ്കിൽ അത് ഇപ്പൊ ഞങ്ങൾ പുറത്തു വെച്ചിട്ടേ ഉള്ളൂ. ഇത് സെക്രട്ടറിയുടെ റൂമിന്റെ അകത്ത് കൊണ്ടുപോയി ഞങ്ങൾ വലിച്ചെറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് നഗരസഭയിൽ എത്തിച്ച അറവ് മാലിന്യങ്ങൾ നഗരസഭയ്ക്ക് സമീപത്തായി കുഴിച്ചുമൂടി. മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് EP. നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, ജില്ലാ സെൽ കോർഡിനേറ്റർ MP. സതീഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി AP. ഗോപകുമാർ, ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി, വാർഡ് മെമ്പർ നിഷ ശശികുമാർ, KT. രവിദാസ്, പ്രദീപ് തൃപ്പറ്റ എന്നിവർ ഉപരോധത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം ചീനിക്കപ്പറമ്പിൽ നിന്നും ചാരായം മാറ്റുന്നതിനായി കുഴിച്ചിട്ട നിലയിൽ 120 ലിറ്റർ വാഷ് എക്സൈസ് സംഘം കണ്ടെത്തി നശിപ്പിച്ചു. ചവറുകൾ കൊണ്ട് മൂടിയ ബാരലിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് N. പ്രേമാനന്ദകുമാറും പാർട്ടിയും നടത്തിയ പരിശോധനയിലാണ് ചാരായം മാറ്റുന്നതിനായി സൂക്ഷിച്ച വാഷ് കണ്ടെത്തിയത്. ചീനിക്കപ്പറമ്പ് ചോലയ്ക്ക് സമീപം ചവറുകൾ കൊണ്ട് മൂടി മണ്ണിനടിയിൽ പ്ലാസ്റ്റിക് ബാരലുകളിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു വാഷ്. കാലപ്പഴക്കം വന്നതിനാൽ പ്ലാസ്റ്റിക് ബാരലും സാമ്പിൾ എടുത്ത ശേഷം ബാക്കി വന്ന വാഷും സംഭവസ്ഥലത്ത് വെച്ച് നശിപ്പിച്ചു. സംഭവസ്ഥലത്ത് വെച്ച് പ്രതികൾ ആരെയും കണ്ടെത്താനായിട്ടില്ല. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CV. രാജേഷ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് പ്രേംകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ സജീവ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ചെറുപ്പളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി മെഹന്തി ആർട്ട് കോമ്പറ്റീഷനും നടന്നു. ചെറുപ്പളശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് നന്മ ലൈബ്രറിയിൽ വെച്ച് നടന്ന സംഗമം ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപിക M. ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. കുറച്ച് അംഗങ്ങളെ ഉണ്ടെങ്കിലും ആ അംഗങ്ങളിലൂടെ ഈ നന്മ വളർന്ന് വൻമരമായി ഈ ലോകമെമ്പാടും നന്മ പരത്തുന്ന ഒരു വൻവൃക്ഷമായി തീരാൻ കുറച്ച് ആളുകളെങ്കിലും മുന്നോട്ട് വന്നല്ലേ പറ്റും. അതിൽ കണ്ണിയാവാൻ കഴിഞ്ഞ ബാലകൃഷ്ണ മാഷ് വിളിച്ചത് ഞാൻ ചോദിച്ചു, ഇനിയിപ്പോ റിട്ടയർ ആയി എന്നുള്ള ഒരു പദവി ഏറ്റെടുക്കണമല്ലോ. സത്യത്തിൽ അതങ്ങോട്ട് അംഗീകരിക്കാൻ ഇപ്പോഴും മനസ്സ് വരുന്നില്ല. റിട്ടയർ ആയോ എന്ന് പോലും സംശയിക്കാറുണ്ട്. ഞാൻ ഒരു തോന്നലുണ്ടായിട്ടില്ല ഇതുവരെ. ദിവസവും സ്കൂളിൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞു. പരിപാടിയുടെ ഭാഗമായി നന്മ വിമൻസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മെഹന്തി ആർട്ട് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചു. നന്മ വൈസ് ചെയർമാൻ K. ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബീന ഹംസ, സാബ്ര മൊയ്തു, AK. രാജഗോപാൽ, അഷറഫ് മാട്ടറ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. താഴേക്കോട് അരക്കുപറമ്പ് AIS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. കേരള മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കളുടെ കൈപ്പിടിച്ച് ചിലർ കരഞ്ഞും ചിലർ ചെറുപുഞ്ചിരിയോടെയുമാണ് സ്കൂളിലെത്തിയത്. പുതുതായി എത്തിയ എല്ലാവരെയും മധുരവും ബലൂണും നൽകി മാനേജ്മെന്റും അധ്യാപകരും സ്വീകരിച്ചു. വാദ്യഘോഷത്തിന്റെ അകമ്പടിയിൽ സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് പ്രവേശനോത്സവ റാലിയും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേരള മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി ഉദ്ഘാടനം ചെയ്തു. ജീവിതം മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചെയർമാൻ PT സിദ്ദിഖ് അധ്യക്ഷനായി. മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ചിലമ്പുകാടൻ മുസ്തഫ ഹാജി, ചിലമ്പുകാടൻ അഷറഫ്, അസീസ് ചിലമ്പുകാടൻ, C. മുസ്തഫ, ഇല്യാസ് കുന്നുംപുറം, VP ഇർഷാദ്, KC ഹംസ ഹാജി, പാക്കത്ത് നാണി, സ്കൂൾ പ്രിൻസിപ്പൽ നാലകത്ത് ഹാഷിം തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അഷറഫ് മുന്നയുടെ ലഹരി ബോധവൽക്കരണ ഏകാംഗ നാടകം അരങ്ങേറി.
കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വിജയാരവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് പഞ്ചായത്ത് അനുമോദിച്ചത്. വിജയാരവം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ഈ വിജയികളെ പൂർണ്ണമായി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സമ്പൂർണ്ണ A+ കിട്ടിയ കുട്ടികളാണ് നിങ്ങൾ SSLCയിലും +2ലും ഉള്ളത്. പക്ഷേ ഒരുപക്ഷെ ടോട്ടൽ മാർക്ക് നോക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു വിഷയത്തിൽ A+, 1 മാർക്ക് കൊണ്ടോ 2 മാർക്ക് കൊണ്ടോ നഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും എന്നുള്ള തിരിച്ചറിവും നിങ്ങളോടൊപ്പം ഉണ്ടാകണം. പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷയായി. M മോഹനൻ, ഉമ്മർ കുന്നത്ത്, അനസ് പൊമ്പറ, സമീറ സലീം, ബഷീർ EP, ചാമി C, രതീഷ് K, രുക്മിണി C, രജിത K, ഖദീജ കാസിം, വസീല നൌഷാദ്, പ്രഭാവതി R, നിഷ രാമൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം ചോറൂട്ടൂർ തെക്കുമുറി പ്രദേശത്ത് റെയിൽവേയുടെ സുരക്ഷാവേലി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ റെയിൽവേ, പാലക്കാട് DRM എഞ്ചിനീയർ എന്നിവരുമായി ചർച്ച നടത്തി. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, വാണിയംകുളം പാർലമെന്ററി പാർട്ടി ലീഡർ AP പ്രസാദ്, CV രവീന്ദ്രൻ, P രാജേഷ് എന്നിവർ പങ്കെടുത്തു. സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നും സ്കൂൾ ബസ്സുകളിലും ചെറുവാഹനങ്ങളിലും കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് പെരിന്തൽമണ്ണ ജോയിന്റ് RTOയ്ക്ക് നിവേദനം നൽകി. ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ വിജയരാഘവന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഭാരവാഹികളായ അബ്ദുൽ സമദ് തോട്ടശ്ശേരി, അബ്ദുൽ ജബ്ബാർ, CK ദീപാറാണി എന്നിവരാണ് നിവേദനം നൽകിയത്. വാണിജ്യ വാർത്ത. ആനന്ദവേളകൾ അവിസ്മരണീയമാക്കാൻ ചെത്തലൂർക്കാർക്കനി ഷിഫ ഓഡിറ്റോറിയവും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആഘോഷവേളകൾ ആനന്ദകരമാക്കാനും വിശേഷ മുഹൂർത്തങ്ങളിൽ ഒരുമിച്ച് കൂടാനും ചെത്തല്ലൂരുകാർക്കിനി മറ്റെങ്ങും പോകേണ്ട. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഷിഫ ഓഡിറ്റോറിയം ചെത്തല്ലൂർ ഗാന്ധി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വ്യവസായ രംഗത്ത് വിപ്ലവം തീർത്ത ഡോക്ടർ P ഉണ്ണീന്റെ നേതൃത്വത്തിൽ ഷിഫ ഗ്രൂപ്പിന് കീഴിലാണ് ഷിഫ ഓഡിറ്റോറിയം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഒരേ സമയം 650ഓളം പേർക്ക് ഒരുമിച്ച് കൂടാവുന്ന AC കോൺഫറൻസ് ഹാളും 400-ലധികം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവുന്ന അതിവിശാലമായ ഡൈനിങ് ഹാളുമാണ് ഷിഫ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിരക്കിൽ നിന്നും മാറി ഗ്രാമാന്തരീക്ഷത്തിൽ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ ഷിഫ ഓഡിറ്റോറിയം ചെത്തല്ലൂരുകാർക്ക് ഒരു സമ്മാനം തന്നെയാണ്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഷിഫ ഓഡിറ്റോറിയത്തിൽ ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാർക്കും താങ്ങാവുന്ന മിതമായ നിരക്കിൽ പ്രീമിയം സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഷിഫ ഓഡിറ്റോറിയത്തിന്റെ ലക്ഷ്യം. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്കൊന്ന് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ പിതാവ് എപ്പോഴും ഉണ്ണിമുട്ട് സാഹിബിൻ്റെയൊക്കെ സാമീപ്യം ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയായിരുന്നു. മോഹമ്മദ് ഡോക്ടറും അടക്കമുള്ള അംസ സാഹിബ്, അതുപോലെ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ അടക്കമുള്ള എല്ലാവരും അടങ്ങുന്ന സംഘം ഉപ്പയുടെ സുഹൃത്തുക്കളായിരുന്നു.
അപ്പോൾ ഞങ്ങൾക്കിവിടെ സുഹൃത്തിൻ്റെ സംരംഭം ഇവിടെ തുടങ്ങുമ്പോൾ അത് വിളിക്കപ്പെടുന്നത് ഏറെ അഭിമാനമുണ്ട്. അതിന് ഇവിടെ വരിക എന്നുള്ളത് ആരോഗ്യകരമായ ഉത്തരവാദിത്തം കൂടിയാണ്. ഉണ്ണി സാഹിബിനെ കുറിച്ച് ഇവിടെ നജീബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരുപാട് 35 വർഷത്തോളമായി അൽഷിഫ ഹോസ്പിറ്റലിൽ തുടങ്ങി. പക്ഷേ ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ പടർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇതിനേക്കാൾ വലിയ ഒരു കൺവെൻഷൻ സെൻറ്റർ പെരിന്തൽമണ്ണ തുടങ്ങിയിട്ടുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ ഒരു വിധം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കൺവെൻഷൻ സെൻ്ററായി മാറിയിരിക്കുകയാണ്. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, നജീബ് കാന്തപുരം MLA, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് സലീം തുടങ്ങിയവരും മറ്റു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കാനുള്ള എനിക്കൊരു പ്രചോദനം എന്ന് പറയുന്നത്, ഞാൻ പൂവത്താണിയാണ്, നിങ്ങൾക്കറിയാലോ, മലപ്പുറം ജില്ലയിലാണ് പൂവത്താണി. ചെത്തല്ലൂർ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. പക്ഷേ എൻ്റെ വീട് പൂവത്താണിയാണെങ്കിലും ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങളും മറ്റുള്ള കൂടുതൽ വൈകാരികമായിട്ടൊരു ബന്ധം എനിക്കുണ്ട്. കാരണം ഞാൻ 8, 9, 10 ക്ലാസ്സുകൾ വെള്ളിനാഴി സ്കൂളിലാണ് പഠിച്ചത്. ആ വെള്ളിനാഴി സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനാണ് ഇവിടുന്ന് പോകുമ്പോൾ ഏതാണ്ട് 8 കിലോമീറ്റർ അങ്ങോട്ടുമുണ്ട്, 8 കിലോമീറ്റർ ഇങ്ങോട്ടുമുണ്ട്. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ 1 കിലോമീറ്റർ വരെ ബസ് കാത്തിക്കുന്ന കാലഘട്ടത്തിൽ അത്രയും അതിൻ്റെ ഇടയ്ക്കൊരു പുഴയുണ്ട്, പിന്നെ ഒരു തോടുണ്ട്, ഒരു അത്തിപ്പറ്റ മനുണ്ട്. ഇതെല്ലാം താണ്ടി 1962 മുതൽ 66 വരെ ഞാൻ വെള്ളിനാഴി പഠിച്ചത്. എൻ്റെ കൂടെ അന്ന് പഠിച്ച പല സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവരെ കുട്ടികളുണ്ട്. അവരൊക്കെ എന്നോട് പറയും, എന്തെങ്കിലും നിങ്ങൾ പൂവത്താണി ചെത്തല്ലൂർ എന്തെങ്കിലും പരിപാടി ചെയ്യണം. അതിൻ്റെ ഒരു എന്താ പറയുന്നത് റിസൾട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ചെത്തല്ലൂരുള്ള ഈ ഓഡിറ്റോറിയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ജീവിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് എന്നെനിക്ക് പറയാൻ കഴിയില്ല, ഒരു ആർക്കിടെക്റ്റാണ് എന്ന് പറയുന്നതിനാണ് ഏറ്റവും നല്ല പ്രയോഗമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹം മനോഹരമായി നിർമ്മിക്കുന്നത് കെട്ടിടങ്ങളല്ല, ആത്മാവുള്ള ഒരുപാട് ഇടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനാണ് ഉണ്ണീൻക എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലാവട്ടെ, അദ്ദേഹം ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാവട്ടെ, അതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ലക്ഷ്യത്തിൽ ഉണ്ടാക്കുന്നതല്ല. ROI നോക്കി സ്ഥാപനം തുടങ്ങുന്ന ആളല്ല ഉണ്ണീൻക എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. തുടർന്ന് അസീം വെണ്ണില, ഹിഷാം മങ്ങാടിപ്പുറം എന്നിവർ നയിച്ച സംഗീത പരിപാടിയും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് കത്തിച്ച മണ്ണാർക്കാട് പോലീസിന് പിഴയിട്ട് നഗരസഭ. 5000 രൂപയാണ് പിഴയിട്ടത്. റെയിൽവേയുടെ സുരക്ഷാവേലി വരുന്നതോടെ വഴി മുടങ്ങുമെന്ന ഭീതിയിൽ വാണിയംകുളം ചോറൂട്ടൂരിലെ കുടുംബങ്ങൾ. പ്രതിഷേധവുമായി നാട്ടുകാർ. ചളവറ മുണ്ടക്കോട്ട് കൃഷി റോഡുമായി ബന്ധപ്പെട്ട് BJP സമരം പ്രഹസനമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. ടെൻഡർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെയുള്ള സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും പ്രസിഡന്റ്. ലക്കിടി കൂട്ടുപാതയിലെ ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. കൂട്ടുപാതയിലെ അമാന ഫാസ്റ്റ് ഫുഡിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. അലനല്ലൂർ വില്ലേജ് ഓഫീസിൽ 5 വർഷം മുമ്പ് മുറിച്ചിട്ട മരത്തടികൾ പകുതിയിലധികവും മണ്ണിനടിയിൽ. ലേലത്തിലെടുക്കാൻ ആളില്ലാത്തതാണ് മരങ്ങൾ നശിക്കാൻ കാരണം. ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന ചെറുപ്പശ്ശേരി പെരിന്തൽമണ്ണ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ പുനരാരംഭിച്ചു. പൈപ്പിടൽ പ്രവൃത്തികൾ മൂലമാണ് ടാറിംഗ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നത്. ഇതോടെ
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.